അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്വബാഹുൽ ഖൈർ, സ്വബാഹൻ നൂർ, മസാഉൽ ഖൈർ, മസാഉൻ നൂർ. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കൈഫൽ ഹാൽ? സൈൻ? അൽഹംദുലില്ലാ. നമ്മൾ ആരുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൂലിൻ്റെ കഥയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നമ്മൂല് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അല്ലേ? അപ്പോൾ ഉമ്മ എന്താ ചോദിച്ചത്? ഇലാ ഐന യാ നമ്മൂൽ, നമ്മൂൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ നമ്മൂൽ എന്ത് മറുപടി പറഞ്ഞു? ഇലാ ലഫത്തിൻ നഹർ, അല്ലേ? പുഴയുടെ തീരത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ രണ്ടുപേരെ കണ്ടു. ആരൊക്കെയായിരുന്നു? വെരി ഗുഡ്. ഷോറാബിനെ കണ്ടു, പിന്നെ സൂസിനെ കണ്ടു. അവരും ചോദിച്ചു അല്ലേ, എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് അല്ലേ? ലിമ, എന്തിനു വേണ്ടിയാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൂൽ എന്ത് മറുപടി പറഞ്ഞു? ലിത്വാം, ഭക്ഷണത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ചെറിയ ഉറുമ്പാണ് അല്ലേ നമ്മൂല്. ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവുമോ? നമുക്ക് നോക്കാം നമ്മൂലിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പേജ് നമ്പർ 55 എടുക്കുക, കൈവച്ച് സാറിൻ്റെ കൂടെ വായിക്കണം. ഓക്കെ. അന്നദാമ, ഹെഡിങ് വായിച്ചേ. അന്നദാമ എന്താർത്ഥം? ഖേദം. ചിലപ്പോൾ ഉമ്മ നമ്മോട് പറയും, മോനെ അത് ചെയ്യല്ലേ. ചിലപ്പോൾ കത്തി എടുത്ത് കളിക്കുമ്പോൾ ഉമ്മ നമ്മോട് പറയും, മോനെ കൈ മുറിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറില്ല? കേൾക്കാറില്ല. കത്തിയൊക്കെ എടുത്ത് കളിക്കും, കൈ മുറിയും, നമ്മൾ കരയും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം അല്ലേ? അതാണ് എന്ത്? അന്നദാമ, ഖേദം. വായിച്ചോളൂ, കൈവച്ച് വായിക്കുക. സാറ് വായിക്കാം. സാറ നമ്മൂൽ യൻഷുദു ത്വആം. വായിച്ചേ. സാറ നമ്മൂൽ യൻഷുദു ത്വആം. യൻഷുദു അന്വേഷിക്കുന്നു, ത്വആം ഭക്ഷണം. നമ്മൂൽ ഭക്ഷണം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അടുത്ത കോളത്തിൽ നോക്കിയേ. വ മഷ തൊവീലൻ, മഷ നടന്നു, തൊവീലൻ ഒരുപാട് ദൂരം അല്ലേ? ഒരുപാട് ദൂരം എന്ത് ചെയ്തു? നമ്മൂല് നടന്നു. അങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോൾ നമ്മൂല് ദൂരെ എന്തോ കണ്ടു. അപ്പം നമ്മൂല് ചോദിച്ചു, മാസാ ഹുനാക്ക, എന്താണ് അവിടെ? അസ്റഅ ഇലൈഹി, നമ്മൂൽ എന്ത് ചെയ്തു? എന്തോ കണ്ടു, അവിടേക്ക് വേഗത്തിൽ ചെന്നു. അടുത്തെത്തിയപ്പോൾ നമ്മൂലിന് സന്തോഷമായി. മാഷാ അല്ലാ, ഹബ്ബത്തുൻ കബീറ. എന്താ കണ്ടത്? ഹബ്ബത്തുൻ കബീറ, വലിയ ഒരു ധാന്യം അല്ലേ? ഉറുമ്പൊക്കെ കഴിക്കുന്ന ഒരു ധാന്യം നമ്മൂല് കണ്ടു. ജലബ മിറാറൻ. വായിച്ചേ. ജലബ മിറാറൻ. കുറേ പ്രാവശ്യം എന്ത് ചെയ്തു? നമ്മൂല് അത് വലിച്ചു എടുക്കാൻ വേണ്ടി കുറേ പ്രാവശ്യം അതിനെ വലിച്ചു. വലാക്കിൻ, പക്ഷേ ലം യഖ്ദിർ അലൈഹി, നമ്മൂലിന് അത് എടുക്കാൻ കഴിഞ്ഞില്ല. നോക്കിയേ, പ്രയാസപ്പെട്ട് നമ്മൂല് വലിക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ് നമ്മൂല് വലിക്കുന്ന പിക്ചർ അതിൽ കാണാം. അങ്ങനെ വലിക്കുന്നതിൻ്റെ ഇടയിൽ സഖത്തത്തിൽ ഹബ്ബ, ആ ധാന്യം വീണു. അലാ റിജ്ലിഹി, നമ്മൂലിൻ്റെ കാലിലേക്ക് വീണു അല്ലേ? ചെറിയ ഉറുമ്പാണ്. കണ്ടത് വലിയൊരു ഭക്ഷണ സാധനമായിരുന്നു, പക്ഷെ എടുക്കാൻ കഴിഞ്ഞില്ല. എടുക്കുന്നതിൻ്റെ ഇടയിൽ അത് കാലിലേക്ക് വീണു. നമ്മൂൽ എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. ഇതേ നമ്മൾ കരയുമ്പോൾ നമ്മൾ ആദ്യം ആരെയാണ് വിളിക്കുന്നത്? ഉമ്മാനെ. നമ്മൂലും വിളിച്ചു ഉമ്മീ. അത് കഴിഞ്ഞ് വാപ്പാനെ നമ്മൂല് വിളിച്ചു അബീ, എൻ്റെ വാപ്പാ, എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ് നമ്മൂല് കരയാൻ തുടങ്ങി. അപ്പോൾ ഈ നമ്മൂലിൻ്റെ കരച്ചിൽ അബ് അല്ലേ? വാപ്പ കേട്ടു. അടുത്ത പേജ് നമ്പർ 56 നമ്മൂലിനെ അന്വേഷിച്ച് ഒരു 3 സ്ഥലങ്ങളിൽ വാപ്പ വരുന്നുണ്ട് അല്ലേ? 3 സ്ഥലങ്ങളിൽ
നെമ്മൂലിൻ്റെ കരച്ചിൽ കേട്ട് വാപ്പ അന്വേഷിക്കുകയാണ്. ഒന്നാമത്തേതിൽ എവിടെയാണ് അന്വേഷിക്കുന്നത്? ജുഹർ അല്ലേ, ഒരു പൊത്തിൽ, ഒരു മാളത്തിലാണ് ജുഹർ. ഇപ്പോൾ മാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫി, ഒഷി, കൂട്ടിൽ അല്ലേ, അതിന് ഉപയോഗിക്കുന്ന വാക്ക് ഫി, ഫിൽ ജുഹർ. അപ്പോൾ എങ്ങനെ പറയും നമ്മൾ? അബ് നെമ്മൂലിനെ മാളത്തിൽ അന്വേഷിച്ചു. എങ്ങനെ പറയും? നഷദൽ അബു, പറഞ്ഞേ, നഷദ അന്വേഷിച്ചു, നഷദൽ അബു നെമ്മൂല ഫിൽ ജുഹർ, മാളത്തിൽ, ഫി, ഫിൽ ജുഹർ. രണ്ടാമത്തത് എവിടെ അന്വേഷിക്കുന്നത്? ഒരു പാറയുടെ മുകളിൽ, ഒരു പാറക്കല്ലിൻ്റെ മുകളിലാണല്ലേ. എങ്ങനെ പറയും? നഷദ അബു നെമ്മൂല അല സ്വഹ്റ, അല സ്വഹ്റ, പാറക്കെട്ടിൻ്റെ മുകളിൽ അന്വേഷിച്ചു. അപ്പം മുകളിൽ എന്നുള്ള വാക്ക് അല. അടുത്തത് എവിടെയാണ്? ഒരു ഇലയുടെ താഴെ, താഴെ എന്നുള്ള വാക്ക് തഹ്ത, നമ്മൾ പഠിച്ചതാണ്, തഹ്ത. എങ്ങനെ പറയും? നഷദൽ അബു നെമ്മൂല തഹ്തൽ വറഖി, തഹ്തൽ വറഖ്, ഫി ഉള്ളിൽ, അല മുകളിൽ, ഓൺ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ, ഓൺ. മറ്റൊന്ന് അണ്ടർ, തഹ്ത. 3 വാക്കുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. താഴെ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് കംപ്ലീറ്റ് ആക്കണം. താഴെ നോക്കിയേ, നഷദ അബു നെമ്മൂൽ, വാപ്പ നെമ്മൂലിനെ അന്വേഷിച്ചു. എവിടെ? അതവിടെ എഴുതണം, ഫിൽ ജുഹർ. അടുത്തത് നഷദൽ അബു, നെമ്മൂൽ എന്നില്ല, നമ്മൾ എഴുതണം നെമ്മൂൽ അല സ്വഹ്റ, അല്ലെങ്കിൽ വേറെ എന്തും എഴുതാം നിങ്ങൾക്ക്, അല ഷജറ എന്തും എഴുതാം. അടുത്തത് എല്ലാം നമ്മൾ എഴുതണം, നഷദൽ അബു നെമ്മൂല തഹ്തൽ വറഖി, അല്ലെങ്കിൽ തഹ്ത ഷജറ എന്തും എഴുതാം. അത് എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ടെക്സ്റ്റിലും അത് കംപ്ലീറ്റ് ചെയ്യണം. പേജ് നമ്പർ 55ഉം 56ഉം വായിച്ച് സാറിന് വോയിസ് ക്ലിപ്പ് വിടണം. ഓക്കെ, നമ്മൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.